Hello, my dear children. Welcome to Easy Maths Institute. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് എക്സസൈസ് 1.1ലെ ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ടഫാന്നൊക്കെ തോന്നും, പക്ഷേ വളരെ സിമ്പിളാണ്. ശരിയായ രീതിയിൽ ക്വസ്റ്റ്യൻ ഒന്നും അനലൈസ് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് പരിശോധിക്കാം. ആദ്യത്തെ നമ്പർ ഏതാണ്? 7 into 11 into 13 plus 13. രണ്ടാമത്തെ നമ്പർ ഏതാണ്? 7 into 6 into 5 into 4 into 3 into 2 into 1 plus 5. ഇത് രണ്ട് നമ്പറാട്ടോ, കുറേ നമ്പേഴ്സ് അല്ല, രണ്ട് നമ്പറാണ്. ഏതുപോലെയെന്ന് അറിയോ? നമുക്ക് 19 എന്ന് പറയുന്ന നമ്പറിനെ എങ്ങനെ എഴുതാൻ പറ്റും? 5 into 3 plus 4. അപ്പോൾ ഇത് കുറേ നമ്പർ പോലെ തോന്നുന്നുണ്ട് അല്ലേ? പക്ഷേ ഇത് 19 എന്ന് പറയുന്ന ഒരു നമ്പറാണ്. അതുപോലെ ഇത് രണ്ടും ഓരോ നമ്പേഴ്സാണ്. ഓക്കെ, ആ നമ്പറിനോട് എന്താ ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ? അവർ ഈ രണ്ട് നമ്പറും കോമ്പോസിറ്റ് നമ്പറാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ കോമ്പോസിറ്റ് നമ്പർ ആണെങ്കിൽ എന്തുണ്ടാവും? കുറേ ഫാക്ടേഴ്സ് ഉണ്ടാവും അല്ലേ? നിങ്ങൾ മറന്നുപോയോ കോമ്പോസിറ്റ് നമ്പർ? പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഉദാഹരണത്തിന് 7 ഈക്വൽ ടു 7 ഇൻറ്റു 1 മാത്രമേ എഴുതാൻ പറ്റൂ അല്ലേ പ്രൈം നമ്പറിനെ? അനദർ എക്സാമ്പിൾ 11 ഈസ് ഈക്വൽ ടു 11 ഇൻറ്റു 1. വേറെ ഒന്നും രീതിയിൽ എഴുതാൻ പറ്റില്ല. അപ്പോൾ ഒരു പ്രൈം നമ്പറിൻ്റെ ഫാക്ടർ ആ പ്രൈം നമ്പറും 1 മാത്രമാണ്. അതേസമയം കോമ്പോസിറ്റ് നമ്പർ എക്സാമ്പിൾ 12, നമുക്ക് എന്തൊക്കെ എഴുതാം? 12 ഈക്വൽ ടു 12 ഇൻറ്റു 1, അതുപോലെ 2 ഇൻറ്റു 6, അതുപോലെ 3 ഇൻറ്റു 4, അങ്ങനെയല്ലേ എഴുതാം അല്ലേ? അപ്പോൾ കോമ്പോസിറ്റ് നമ്പറിന് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ആ സെയിം നമ്പറും 1ഉം അല്ലാതെ വേറെയും കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെയും കുറേ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ. പിന്നെന്താണ്? ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മൾ ചെയ്ത് നോക്കണം. ഇവിടെ ഈ പ്ലസ് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പറയാം എന്താണ്, ഇത് കോമ്പോസിറ്റ് നമ്പറാണ്. കാരണം ഇവിടെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷേ ഇവിടെ പ്ലസ് വന്നതുകൊണ്ട് എന്താണ്, ചിലപ്പോൾ ഇത് ഒറ്റ നമ്പർ ആയിരിക്കും. ആ പ്ലസും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ ഫാക്ടേഴ്സ് കിട്ടണമെന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സിൻസ് 7 ഇൻറ്റു 11 ഇൻറ്റു 13 പ്ലസ് 13, ഇതിന് നമുക്ക് എങ്ങനെ എഴുതാമെന്നറിയോ? ഈക്വൽ ടു, ഇവിടെ രണ്ട് സെക്ഷനാക്കി തിരിക്കുക. ഓക്കെ, പ്ലസിൻ്റെ മുന്നേയും ശേഷം ഇവിടെ രണ്ട് കോമൺ ആയിട്ടുള്ള നമ്പർ ഏതാ? യെസ്, 13 ആണ്. ആ 13 പുറത്തെടുക്കുക, ബാക്കി ഉള്ളിലുള്ള എഴുതി കൊടുക്കുക. 7 ഇൻറ്റു 11 ഇൻറ്റു, ഇൻസ്റ്റെഡ് ഓഫ് 13 നമുക്ക് എന്ത് എഴുതാം? 1 എഴുതാം. പ്ലസ് വീണ്ടും ഒരു 13 ഉണ്ടല്ലോ, വീണ്ടും 1 എഴുതാം. മനസ്സിലായില്ലേ? അതായത് ഈ 13 എന്ന് പറയുന്നത് ഇവിടെയും 13 ആയിരുന്നു, ഇവിടെയും 13 ആയിരുന്നു. അപ്പോൾ ആ 13 ആണ് നമ്മൾ പുറത്തിട്ടത്. ഇത് നമുക്ക് എന്ത് എഴുതാം? 13 ഇൻറ്റു 7 ഇൻറ്റു 11, 77 പ്ലസ് 1, 78. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടി? ഇതിന് കുറേ ഫാക്ടേഴ്സ് കിട്ടി ആക്ച്വലി. ഓക്കെ, രണ്ട് ഫാക്ടേഴ്സ് സെപ്പറേറ്റ് കിട്ടി. വണ്ണും ആ നമ്പറും അല്ലാത്ത വേറെയും ഫാക്ടർ കിട്ടി. എന്നാൽ നമ്മളൊന്നും കൂടി ഒന്ന് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാണ്. 78നെ നമുക്ക് എന്ത് എഴുതാം? 39 ഇൻറ്റു 2 എന്ന് എഴുതാം അല്ലേ? 39 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 39 വീണ്ടും നമുക്ക് 3 ഇൻറ്റു 13 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 2 ഇൻറ്റു 3 ഇൻറ്റു 13 എന്ന് എഴുതാം. അതായത് 2 ഇൻറ്റു 3 6 ഇൻറ്റു 13 ഈക്വൽ ടു 78. 78നെ ഒന്നും കൂടി ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതി. അപ്പോൾ ഈക്വൽ ടു നമുക്ക് എത്ര ആൻസർ കിട്ടുക? 13 ഇൻറ്റു 2 26 ഇൻറ്റു 3 ഈക്വൽ ടു 78 ഇൻറ്റു 13 ഈസ് ഈക്വൽ ടു how much കിട്ടും? 1014 കിട്ടും അല്ലേ? 1014. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടിയെന്ന് അറിയാം? ഇവിടെ ആക്ച്വലി നമുക്ക് 1014 എന്ന് പറയുന്ന ഒരു നമ്പറിന് എന്തെല്ലാം രീതിയിൽ എഴുതാം? 1 ഇൻറ്റു 1014 എന്ന് എഴുതാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് എന്ത് എഴുതാം? ഈക്വൽ ടു 13 ഇൻറ്റു 2 ഇൻറ്റു 13 ഇൻറ്റു 3, അങ്ങനെ എഴുതാം. അപ്പോൾ ഇവിടെ കുറേ ഫാക്ടേഴ്സ് വന്നു അല്ലേ? 2 3 4 5 6 ഫാക്ടേഴ്സ് വന്നു. അപ്പോൾ ഇതെന്താണ്? കോമ്പോസിറ്റ് നമ്പറാണ്. കാരണം ഇതിന് ഈ 1014 1ഉം അല്ലാത്ത ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് താഴെ ഇങ്ങനെ എഴുതി കൊടുക്കാം. ഇറ്റ് ഹാസ് ഫാക്ടേഴ്സ് അതർ ദാൻ 1 ആൻഡ് ഇറ്റ് സെൽഫ്. അതായത് ഒന്നും ആ സെയിം നമ്പറും അല്ലാത്ത വേറെയും കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. സോ ദിസ് ഈസ് എ കോമ്പോസിറ്റ് നമ്പർ. അതുകൊണ്ട് ഇതെന്താണ്? ഒരു കോമ്പോസിറ്റ് നമ്പർ ആണ്. മനസ്സിലായില്ലേ? ഇത് നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ മീൻസ് ഈ സെക്കൻഡ് സെക്ഷനിലുള്ള ഇതും കൂടി ഒന്ന് സിമ്പിൾ ചെയ്യാം അല്ലേ? ഇതേ മെത്തേഡ് തന്നെ ചെയ്യാം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഇതിന് മുഴുവനായിട്ട് അങ്ങോട്ട് മായ്ക്കുന്നില്ല. ജസ്റ്റ് നമ്മുടെ പ്രധാനപ്പെട്ടത് മാത്രം മായ്ച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്കൊന്ന് കടക്കാം.
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? 7 ഇൻറ്റു ഇങ്ക് മാറിപ്പോയി അല്ലേ? സിൻസ് 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 പ്ലസ് 5 ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം നമുക്ക്? ഇത് രണ്ട് നമ്പറായിട്ട് നമ്മൾ രണ്ട് സെക്ഷനായിട്ട് എടുക്കണേ. ഇവിടുന്ന് ഇവിടെ വരെ ഒരു സെക്ഷനും ഇവിടുന്ന് ഇവിടെ ഒരു സെക്ഷൻ. കാരണം പ്ലസിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ട് ഓരോ സെക്ഷൻ എടുക്കുക. ഇത് രണ്ടിൽ കോമൺ ആയിട്ട് ആരാ ഉള്ളത്? 5 ഉണ്ട് അല്ലേ? അപ്പോൾ 5 ചേട്ടൻ നമുക്ക് എന്ത് ചെയ്യാം? പുറത്തെടുക്കാം. അപ്പോൾ ആരിവിടെ ബാക്കിയുള്ള 7 ഇൻറ്റു 6 ഇൻറ്റു 5ന് ഒരാരിട്ടു 1 ഇട്ടു. ഇട്ടില്ലെങ്കിലും പ്രശ്നമില്ല കേട്ടോ. 1 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇവിടെ 1 ഇട്ടത്. പ്ലസ് വീണ്ടും ഉള്ള 5ന് പകരം 1 ഇട്ടു. ഇവിടെ എന്താ ചെയ്തതെന്നറിയോ? ഇതിന് പകരം ഇവിടെ ഒരു 5 ഉണ്ടായിരുന്നു, ഇവിടെ ഒരു 5 ഉണ്ടായിരുന്നു. ആ 5നെ നമ്മൾ പുറത്തിട്ടു. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യാം? അടുത്ത സ്റ്റെപ്പിൽ 5 ഇൻറ്റു 7 ഇതങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 7 ഇൻറ്റു 6 42, 42 ഇൻറ്റു 4 ഈക്വൽ ടു 168, 168 ഇൻറ്റു 2 ഇൻറ്റു 3 ഈക്വൽ ടു എത്ര കിട്ടുക? 1008 കിട്ടും അല്ലേ? 1008 പ്ലസ് 1, അവിടെ ഒരു 1 ബാക്കിയുണ്ട്, is equal to 5 into 1000. 8 plus 1 9 is equal to 5 into 1009 means എത്ര കിട്ടുക? 5045 എന്ന് കിട്ടും അല്ലേ? അപ്പം നമുക്ക് എന്ത് കിട്ടിയെന്ന് അറിയാം? ഇവിടെ ഈ 5045 എന്ന് പറയുന്ന നമ്പറിന് കുറേ ഫാക്ടേഴ്സ് കിട്ടി. എന്തൊക്കെ ഫാക്ടർ കിട്ടും? 1 ഇൻറ്റു 5045 കിട്ടും. അതുപോലെ എന്താണ് ഇവിടെ കിട്ടിയത്? 5 ഇൻറ്റു 1009 കിട്ടും അല്ലേ? അങ്ങനെ അപ്പോൾ എത്ര ഫാക്ടർ ഉണ്ട്? 1 2 3 4 കുറേ ഫാക്ടർ ഉണ്ട് അല്ലേ? അപ്പോൾ 5045ന് 1ഉം 5045 അല്ലാണ്ട് വേറെയും ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ. അതുകൊണ്ട് ഇതെന്താണ്? ഇറ്റ് ഹാസ് അതർ ഫാക്ടേഴ്സ് ദാൻ 1 ആൻഡ് ദ നമ്പർ ഇറ്റ് സെൽഫ്, സോ ഇറ്റ്സ് എ കോമ്പോസിറ്റ് നമ്പർ. ഇവിടെ നമ്മൾ ചെയ്ത് എന്താണ്? ജസ്റ്റ് ഈ നമ്പറിനൊന്ന് ഒന്നുകൂടി എടുത്തെഴുതിയിട്ട് അതിൽ കോമൺ നമ്പറിന് പുറത്തിട്ടു. എന്നിട്ട് എന്ത് കണ്ടു? അതിനെ നമ്മൾ എന്ത് ചെയ്തു? മൾട്ടിപ്പിൾസ് ആയിട്ട് എഴുതി അല്ലേ? അപ്പോൾ ആ നമ്പറിനെ വേറെയും നമ്പേഴ്സിനെ മൾട്ടിപ്പിൾസ് ആയിട്ട് എഴുതാൻ പറ്റുന്നതുകൊണ്ട് എന്താണത്? കോമ്പോസിറ്റ് നമ്പറാണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ കോൺസെപ്റ്റാണ്. നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. മനസ്സിലായിട്ടില്ലെങ്കിലോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം.